നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. മുത്തോലപുരം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഡോജിൻ ജോൺ അരഞ്ഞാണിക്ക് നിവാസികളുടെ സ്നേഹാദരവ്. ഇലഞ്ഞി മുത്തോലപുരം കുടിവെള്ള പദ്ധതിയും ഉരുളിച്ചാലി നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കിയതും മുത്തോലപുരം പള്ളിത്താഴത്ത് ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നേടിക്കൊടുത്തതിലാണ് സ്നേഹാദരവ് നൽകിയത്. ജോണി കൊമ്പറ്റം അധ്യക്ഷത വഹിച്ചു. മുത്തോലപുരം മുദ്ദേവൻ ക്ഷേത്രം, സെന്റ് പോൾ സ്കൂൾ, കൂരുപള്ളി എന്നിവിടങ്ങളിലെ മിനിമസ് ലൈറ്റുകൾ, മുത്തോലപുരം കവല പാത്തിക്കൽ ട്രാക്ടർ പാസേജിനുള്ള ഫണ്ട്, തോട്, റോഡ് പുറം ഭിത്തി നിർമ്മാണം, പുരേങ്കനേൽത്താഴം നടപ്പാത, ചേലക്കൽ വെട്ടിയോടി, മുത്തോലപുരം അമ്പലപ്പടി കുടിവെള്ള പദ്ധതി, ആലാപുരം തോണമല കുടിവെള്ള പദ്ധതി, കോളംകുണം SC സാംസ്കാരിക നിലയം, മുത്തോലപുരത്തിന് നഷ്ടപ്പെട്ടു പോയ മാവേലി സ്റ്റോർ തിരികെ എത്തിച്ചത്, മുത്തോലപുരം പാഴത്ത് ലീഡിംഗ് ചാനൽ തുടങ്ങിയ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മുത്തോലപുരത്തിന് സമ്മാനിക്കുവാൻ സാധിച്ചു എന്ന് ടോണി തെങ്ങുംപള്ളിയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒന്നാകെയുള്ള സഹകരണവും ജോസ് കെ മാണി MP, മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ, തോമസ് ചാഴിക്കാടൻ ex-MP എന്നിവർ നൽകിയ ഫണ്ടും സമയബന്ധിതമായി ഉപയോഗിക്കുവാൻ സാധിച്ചതിനാലാണ് എന്ന് ഡോജിൻ ജോൺ മറുപടി നൽകി. പ്രശാന്ത് PG, VJ പീറ്റർ, ജോസഫ് ചേട്ടാണി, ജോസഫ് ഒറ്റപ്ലാക്കിൽ, പ്രതീഷ് കൂരാപ്പള്ളി, സുരേഷ് പ്രഭകുമാർ തുടങ്ങിയവർ ആ കുടിവെള്ള പദ്ധതിയെ പറ്റി ആദ്യം ആലോചിച്ചപ്പോൾ കൊച്ചായത്ത് കുഞ്ഞാപ്പിന്റെ സ്ഥലവും കിട്ടി. ഡോജി മെമ്പർ കുളം കൊത്തി, കുളം ഇടിഞ്ഞ് പോസ്റ്റ് അവിടുന്ന് കുളത്തിലേക്ക് ചാടി. അപ്പോഴേ ഇടിഞ്ഞെന്ന് വിളിച്ചവണ് KCBയിലേക്ക്. സാറേ അവരും വരെ പോസ്റ്റ് പറിച്ച് താഴെയിട്ടുന്നു. എന്താ അവസ്ഥയാണ്? ആ റോഡിലെ പോസ്റ്റ് ഇടിഞ്ഞു പോയത് സമ്മതിക്കാം, ആ കുളം കുത്തിയിട്ടല്ല പോസ്റ്റ് ഇടിഞ്ഞു പോയത്. അതുപോലത്തെ ആൾക്കാർ എലിഞ്ഞി പഞ്ചായത്തിൽ ഉണ്ട്. എന്തിനും ഭാര വെക്കുന്ന ഒരവസ്ഥയിലുള്ള ജനങ്ങൾ ഉണ്ട്. ആ ജനങ്ങൾക്കൊക്കെ ഒരു മാതൃകയാകണം നമ്മുടെ മെമ്പർ. ഇതുപോലത്തെ 3, 4, 5 കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തോടിൻ്റെ സൈഡ്, അതിലും രസമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി സാറ് കവലവരി ഉദ്ഘാടനം നടത്തി. അതിൻ്റെ ജസ്റ്റ് തലേദിവസം ഒരു പോസ്റ്റ് ഇട്ടു, കണ്ടകൃഷികൾ മുത്തോലപുരത്ത് ഇല്ലാതാവുകയാണ്. നമ്മുടെ മുത്തോലപുരം കുടിവെള്ള പദ്ധതി പ്രവർത്തനത്തിലെത്തിയിട്ട് ഏതാണ്ട് 1.5 വർഷം പിന്നിട്ടു. ഈ 1.5 വർഷം കൊണ്ട് നമ്മൾ ഏതാണ്ട് 97 കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇനിയും 10-30 കണക്ഷനുകൾ നൽകാനായിട്ട് നമ്മൾ പൈപ്പ് ലൈൻ വലിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ബ്ലോക്ക് മെമ്പറായിരുന്ന ശ്രീ ഡോജിൻ ജോണിനെ നമ്മുടെ ഈ കുടിവെള്ള പദ്ധതിയുടെ അംഗങ്ങളെല്ലാവരും കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഡോജിൻ ജോൺ തന്റെ ബ്ലോക്ക് മെമ്പറായി തെരഞ്ഞെടുത്ത കാലം മുതൽ തന്നെ ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിശ്ചയ ഒരാശയമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം രംഗത്തിരിച്ചപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിലെല്ലാം വന്നു ചേർന്നു. അതുപോലെ നമ്മളെ സ്നേഹ ആദരവ് അർഹിക്കുന്ന ബ്ലോക്ക് മെമ്പർ, വേദിയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ അധികമൊന്നും പറയുന്നില്ല. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ സാഹചര്യം ഒരുങ്ങിയത് അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും ഈ കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഈ സമയത്ത് നിൽക്കുന്നത് വളരെ അഭിമാനകരവും സന്തോഷകരവുമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു കുടിവെള്ള പദ്ധതിയുടെ ന്യൂനതകളെ കുറിച്ചല്ല, ആരംഭത്തിലുണ്ടായ ന്യൂനതകളെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടില് നല്ല സുമനസ്സുകളായ വ്യക്തിത്വങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് കുളം നിർമ്മിക്കുവാൻ ബഹുമാനപ്പെട്ട കൊച്ചുതാഴത്ത് ഉമ്മച്ചൻ ചേട്ടൻ എബ്രാഹിം മാത്യു അവിടെ സ്ഥലം നൽകിയത്. അദ്ദേഹത്തോട് ഒരു വെർബലി കമ്മിറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ആ തോടിന്റെ സൈഡ് ഇടിഞ്ഞപ്പോൾ അതൊക്കെ നന്നാക്കി കൊടുക്കാൻ. പക്ഷെ എനിക്കത് സാധിച്ചിട്ടില്ല. എനിക്ക് അവിടെയും പൂർണ്ണനാകാൻ സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് നമ്മൾ ടോണി, ബഹുമാനപ്പെട്ട തെങ്ങുംപള്ളി ടോണിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്, ചെറിയ പ്രായം തൊട്ട് അദ്ദേഹത്തോട്
ടാങ്ക് വയ്ക്കുവാൻ, അതാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം നമ്മുടെ ഭാഗത്ത്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.